രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ടെങ്കിലും നിലവിലെ ISL സീസണിനോട് ബ്ലാസ്റ്റേഴ്സ് യാത്ര പറയുമ്പോൾ കഴിഞ്ഞ 3 സീസണുകളായി ഇവാൻ ആശാൻ നേടിത്തന്ന പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ റെക്കോർഡ് ഇത്തവണ നഷ്ടമായിരിക്കുകയാണ്. എന്തായാലും മാനേജ്മെന്റിന്റെ ബിസിനസ് നീക്കങ്ങൾക്കെതിരെ ശക്തമായ ആരാധകർ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിൽ പോലും പുതിയ സീസണിലേക്ക് ചെറിയൊരു മാറ്റങ്ങൾക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായി ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ CEO അഭിക് ചാറ്റർജിയുടെ വരവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് മോഹൻ ബഗാൻ ഗോൾ കീപ്പർ ആർഷ് അൻവറിനെയും ഒഡീഷ FC ഡിഫൻഡർ അമയ് റാനവാഡയെയും പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തതും. കൂടെ തന്നെ ബംഗാൾ ടൈഗർ അടക്കമുള്ള ഡെഡ് സ്റ്റോക്കുകളായി ഒഴിവാക്കി ഡിഫൻഡർ ബികാഷ് യുമ്നത്തെയും കമൽജിത് സിംഗ് തുടങ്ങിയ താരങ്ങളെ കൊണ്ടുവന്നതും. ഈ ഒരു നീക്കങ്ങൾ ഒരിക്കലും ഭയങ്കര സംഭവമാണെന്നും ഇത് മതിയെന്നും അഭിക് വന്നപ്പോൾ ടീം സെറ്റായെന്നും പറയുന്നില്ല. പക്ഷേ അഭിക്കിന്റെ വരവ് ചെറിയ മാറ്റങ്ങൾക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവർക്ക് കുറച്ച് സമയം കൊടുക്കേണ്ടതുണ്ട്. അവരത് പ്രൂവ് ചെയ്യട്ടെ. കൂടെ തന്നെ നിലവിൽ ലഭിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സിൽ ഒരു ശുദ്ധികലശം തന്നെയാണ് പദ്ധതിയിടുന്നത്. ഒരു നീണ്ട അഴിച്ചുപണി തന്നെയാണ് നടത്താൻ പോകുന്നത്. കൂടെ തന്നെ മികച്ച ഇന്ത്യൻ വിദേശ താരങ്ങളെ ടീമിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനു മുന്നേ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ പരിശീലകനെയും സ്വന്തമാക്കിയേക്കും. അതും ഉടൻ തന്നെ ഉണ്ടാകും. അതായത് സൂപ്പർ കപ്പ് കഴിയുന്നതിന് മുന്നേ ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ സ്വന്തമാക്കിയേക്കും. ഇനി ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ പോകുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ വിദേശ താരങ്ങളായ പെപ്രയും മിലോസും ഉണ്ടായേക്കും. 2 താരങ്ങളെയും ഒഴിവാക്കാനാണ് മാനേജ്മെന്റിന്റെ പദ്ധതി. അപ്പോൾ ദുസാൻ ലഗാറ്റർ ബ്ലാസ്റ്റേഴ്സിൽ തുടർന്നേക്കും. മിലോസിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഒഡീഷ FC ഡിഫൻഡർ നരേന്ദ്ര ഗെഹ്ലോട്ടും മുഹമ്മദൻസ് ഡിഫൻഡർ വല്ലാൽ സുഡിക്കയും മോഹൻ ബഗാൻ മിഡ്ഫീൽഡർ ദീപക് ടാങ്കിരയും ഉണ്ട്. 3 താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. കൂടെ തന്നെ SD കരോളിസ് കിങ്സ് സീസൺ അവസാനം കളം വിട്ടേക്കും. പുതിയ ഇന്ത്യൻ SD ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ പകരക്കാരനായി എത്തുക. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.